ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാർ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി, നെയ്യാർ വന്യജീവി സങ്കേതം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1983. ആൻസർ ഓപ്ഷൻ സി, 1983. 3. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആറളം വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ, ആറളം വന്യജീവി സങ്കേതം. 4. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ഏതു വർഷമാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, 2010. ആൻസർ ഓപ്ഷൻ ഡി, 2010. 5. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തട്ടേക്കാട് പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി, തട്ടേക്കാട് പക്ഷി സങ്കേതം. 6. 1984 നിലവിൽ വന്ന ചിമ്മിണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, തൃശ്ശൂർ. ആൻസർ ഓപ്ഷൻ സി, തൃശ്ശൂർ ജില്ല. 7th ക്വസ്റ്റ്യൻ, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ എ, കോതമംഗലം. ആൻസർ ഓപ്ഷൻ എ, കോതമംഗലം. 8. ഏത് വന്യജീവി സങ്കേതം വിഭജിച്ച് നിലവിൽ വന്നതാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം? ആൻസർ ഓപ്ഷൻ ഡി, ആറളം വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ഡി, ആറളം വന്യജീവി സങ്കേതം. 9. 2 ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചൂളന്നൂർ. ആൻസർ ഓപ്ഷൻ ബി, ചൂളന്നൂർ. 10. നക്ഷത്ര ആമകളെ കാണാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചിന്നാർ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി, ചിന്നാർ വന്യജീവി സങ്കേതം. 11. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പെരിയാർ. ആൻസർ ഓപ്ഷൻ എ, പെരിയാർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതം. 13. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ തേക്കുമരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 14. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തട്ടേക്കാട് പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി, തട്ടേക്കാട് പക്ഷി സങ്കേതം. 15. ഏത് നദിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്? ഏത് നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്? ആൻസർ ഓപ്ഷൻ എ, പാമ്പാർ. ആൻസർ ഓപ്ഷൻ എ, പാമ്പാർ.
16. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പറമ്പിക്കുളം. ആൻസർ ഓപ്ഷൻ 4 പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 17th ക്വസ്റ്റ്യൻ. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചെന്തുരുണി വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി ചെന്തുരുണി വന്യജീവി സങ്കേതം. 18. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചിന്നാർ. ആൻസർ ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം. 19. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തട്ടേക്കാട് പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ തട്ടേക്കാട് പക്ഷി സങ്കേതം. 20. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലെ മുതുമലൈ വന്യജീവി സങ്കേതം, കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതം എന്നിവയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മുത്തങ്ങ. ആൻസർ ഓപ്ഷൻ ഡി മുത്തങ്ങ വന്യജീവി സങ്കേതം. 21. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി എറണാകുളം ജില്ല. ആൻസർ ഓപ്ഷൻ ബി എറണാകുളം ജില്ല. 22. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. 23. നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ്. എന്നാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. 24. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി നെയ്യാർ. ആൻസർ ഓപ്ഷൻ ഡി നെയ്യാർ. 25. ബക്കർലിപ്പ് എന്ന പഠന പദ്ധതി ലോകബാങ്ക് നടപ്പാക്കിയത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. ആൻസർ ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. 26. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തട്ടേക്കാട് പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ സി തട്ടേക്കാട് പക്ഷി സങ്കേതം. 27. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2012 ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പെരിയാർ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ പെരിയാർ വന്യജീവി സങ്കേതം. 28. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ചൂളന്നൂർ പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ഡി ചൂളന്നൂർ വന്യജീവി സങ്കേതം. 29. കേരളത്തിലെ ഒന്നാമത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവാ സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 777 ചതുരശ്ര കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി 777 ചതുരശ്ര കിലോമീറ്റർ. 30. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ആണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പാമ്പാടുംചോല. ആൻസർ ഓപ്ഷൻ സി പാമ്പാടുംചോല.
31. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം, ആനമുടിച്ചോല, പാമ്പാടുംചോല, മതികെട്ടാൻചോല. ആൻസർ ഓപ്ഷൻ എ ഇരവികുളം ദേശീയോദ്യാനം. ആൻസർ ഓപ്ഷൻ എ ഇരവികുളം ദേശീയോദ്യാനം. 32. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. 33. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഡാഷും ആകുന്നു. ആൻസർ ഓപ്ഷൻ ബി തൂതപ്പുഴ. ആൻസർ ഓപ്ഷൻ ബി തൂതപ്പുഴ. 34. താഴെ തന്നിരിക്കുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏത് ദേശീയോദ്യാനമാണ് മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലി. 35. താഴെ തന്നിരിക്കുന്നവയിൽ 1984 ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ സി സൈലന്റ് വാലി. 36. പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വയനാട്. ആൻസർ ഓപ്ഷൻ എ വയനാട് ജില്ല. 37. കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. 38. താഴെ തന്നിരിക്കുന്ന ദേശീയോദ്യാനങ്ങളിൽ വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇരവികുളം ദേശീയോദ്യാനം. ആൻസർ ഓപ്ഷൻ ഡി ഇരവികുളം ദേശീയോദ്യാനം. 39. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കുമരകം പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി കുമരകം പക്ഷി സങ്കേതം. 40. ഇരവികുളം വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ഇരവികുളം വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി ജില്ല. ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി ജില്ല. 41. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കടലുണ്ടി പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി കടലുണ്ടി പക്ഷി സങ്കേതം. 42. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975 നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 1978. ആൻസർ ഓപ്ഷൻ ബി 1978. 43. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മംഗളവനം പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി മംഗളവനം പക്ഷി സങ്കേതം. 44. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം. ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 45. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി മംഗളവനം. ആൻസർ ഓപ്ഷൻ ബി മംഗളവനം പക്ഷി സങ്കേതം. താങ്ക് യു.